കല്ലടയാറിന്റെ തീരത്തുകൂടി ഇതാ ഈ ചരിത്ര വീഥിയിലൂടെ കടന്നു വരികയാണ്. പുനലൂർ നഗരസഭയുടെ സമഗ്ര ശുചിത്വ ആരോഗ്യ പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയാണ് കെയർ പദ്ധതിയുടെ ഭാഗമായി കെയർ പദ്ധതിയുടെ പ്രചരണാർത്ഥം മാലിന്യ പരിപാലനം, ആരോഗ്യ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം എന്നീ മേഖലകളിൽ വിപുലമായ പദ്ധതികൾ പുനലൂർ നഗരസഭ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഈ 3 മേഖലയിലെ പ്രവർത്തനങ്ങൾ സംയോജിപ്പിച്ച് പുനലൂരിനെ ഒരു കാർബൺ ന്യൂട്രൽ നഗരസഭയാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് നഗരസഭയ്ക്കുള്ളത്. കെയർ എന്ന പേരിൽ നഗരസഭ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പ്രചരണാർത്ഥം ശനിയാഴ്ച രാവിലെ 7:30 നഗരസഭ പുനലൂർ വാക്കത്തോൺ സംഘടിപ്പിച്ചു. വിവിധ സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ തുടങ്ങി എല്ലാ മേഖലയിലെയും 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത വാക്കത്തോൺ പുനലൂർ TB ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ചെമ്മന്തൂരിൽ സമാപിച്ചു. നഗരസഭ സംഘടിപ്പിച്ചിട്ടുള്ള പുനലൂർ വാക്കത്തോൺ ഇതാ കടന്നു വരികയാണ്. പുനലൂരിന്റെ മണ്ണും വായുവും ജലവും സംരക്ഷിച്ച് പ്രകൃതിയെയും ആരോഗ്യത്തെയും ശുചിത്വവും സംരക്ഷിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് കൈമാറാൻ, നമ്മുടെ കുട്ടികൾക്ക് പുനലൂരിനെ കൈമാറാൻ, ഒരു നല്ല പുനലൂരിനെ കൈമാറാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് പുനലൂർ നഗരസഭ നടത്തുന്ന ശുചിത്വ ആരോഗ്യ പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയാണ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള പുനലൂർ വാക്കത്തോൺ. പുനലൂരിനെ സ്നേഹിക്കുന്ന, പുനലൂരിന്റെ പ്രകൃതിയെ സ്നേഹിക്കുന്ന, പുനലൂരിന്റെ മണ്ണിനെ സ്നേഹിക്കുന്ന, പുനലൂരിന്റെ വായുവിനെ സ്നേഹിക്കുന്ന 100 കണക്കിന് വരുന്ന പ്രിയപ്പെട്ട ബഹുജനങ്ങൾ അണിനിരക്കുന്ന നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പുനലൂർ വാക്കത്തോണിലെ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ വാക്കത്തോണിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ശുചിത്വ കേരളം അല്ലെങ്കിൽ ശുചിത്വ ഭാരതം. ശുചിത്വം എന്നത് കേവലം പട്ടണങ്ങളിലും പരിസര പ്രദേശങ്ങളിലുമായി നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യം മാത്രമല്ല. ഏറ്റവും വലിയ മാലിന്യ പ്രശ്നം ആഗോളതലത്തിൽ തന്നെ നേരിടുന്നത് അന്തരീക്ഷ മലിനീകരണമാണ്. ആ അന്തരീക്ഷ മലിനീകരണത്തെ പ്രതിരോധിക്കണമെങ്കിൽ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് ഓക്സിജൻ ലഭ്യമാക്കുന്ന നിലയിലേക്ക് നമ്മുടെ പരിസ്ഥിതി, വൃക്ഷ ജലാദികളെല്ലാം തന്നെ നട്ട് വളർത്തി സംരക്ഷിക്കുന്നത് കൊണ്ടാണ് അത് നമുക്ക് പ്രാവർത്തികമാക്കിയെടുക്കാൻ കഴിയുന്നത്. ഇതിനൊക്കെ പരിഹാരം എന്നത് ഒന്നാമത്തെ കാര്യം ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു ബോധവൽക്കരണമാണ്. ആ ബോധവൽക്കരണത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും ഒത്തൊരുമിച്ച് അണിനിരത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പയിൻ വാക്കത്തോൺ എന്ന നിലയിൽ വലിയ പങ്കാളിത്തത്തോടെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ പദ്ധതി നഗരസഭ ആസൂത്രണം ചെയ്യുന്നത് പ്രത്യേകിച്ച് രാജഗോപാൽ കൗൺസിലറായി ചെയർമാനായി ഇരിക്കുന്ന കാലത്ത് തുടങ്ങി വെച്ചത് മുടങ്ങാതെ പൂർണ്ണതയിലേക്ക് ജനപങ്കാളിത്തത്തോടുകൂടി എത്തിച്ച അനുഭവ സമ്പത്ത് കൂടിയുള്ള ഒരു കൗൺസിലാകയാൽ ഇത് പൂർണ്ണതയിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ K. പ്രഭ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജിനാഥ് സ്വാഗതം പറഞ്ഞു. നഗരസഭ ചെയർപേഴ്സൺ M. A. രാജഗോപാൽ പദ്ധതിയുടെ വിശദീകരണം നടത്തി. ഒരുമിച്ച് ഏറ്റെടുക്കാൻ പോകുന്ന
ഈ ശുചിത്വ പരിപാലനം, പരിസ്ഥിതി സംരക്ഷണം. ഇതിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഈ പദ്ധതിയെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഇന്നത്തെ വാക്കത്തോൺ. ഇത് നമ്മളിപ്പോൾ നിങ്ങൾ ഇത്രയും ആളുകൾ അതിൽ പങ്കെടുക്കുന്നു, നാളെ ഇതെല്ലാം മാധ്യമങ്ങളിലൊക്കെ വരുന്നു. അങ്ങനെ ആളുകൾ ഈ പദ്ധതിയെക്കുറിച്ച് അറിയുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി പുനലൂരിനെ കരുതി വെക്കുക. അപ്പോൾ നമ്മുടെ വായുവും വെള്ളവും ഭൂമിയും മലിനപ്പെടുകയാണ്. അതിനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിനാണ്. അത് മാത്രമല്ല, അതിൽ ഒരുപാട് പദ്ധതികൾ നഗരസഭ നടപ്പാക്കും. അതിന്റെ പ്രചരണാർത്ഥം നമ്മൾ നടത്തുന്ന പുനലൂർ വാക്കത്തോണിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ രാജശേഖരൻ, അനിത, ഗീതാകുമാരി, അൻവർ, കൌൺസിലർമാർ, CDS ചെയർപേഴ്സൺ വസന്ത രഞ്ജൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.